നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA സലാം ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മതിവരുവോളം ജീവിക്കാം, മതിയാക്കാം ലഹരി എന്ന സന്ദേശമുയർത്തി SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ മയക്കുമരുന്നിനെതിരെയും രാസലഹരിക്കെതിരെയും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ ആലപ്പുഴ റേഞ്ചിന്റെ നേതൃത്വത്തിൽ മദ്രസ ഉസ്താദുമാർക്ക് പരിശീലനവും പരിഷ്കരിച്ച കിതാബുകളെ കുറിച്ചുള്ള ശില്പശാലയും നടത്തി. വയലാറിന്റെ സ്മരണയ്ക്കായി യുവകലാ സാഹിതി ഏർപ്പെടുത്തിയ 7ാമത് കവിതാ പുരസ്കാരത്തിന് മഞ്ചേരി സ്വദേശിനി ക്ഷേമ കെ തോമസ് അർഹയായി. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ആലപ്പുഴയിലെ നവീകരിച്ച മന്ദിരം ഇസ്ലാം MLA ഉദ്ഘാടനം ചെയ്തു. മഹിളാ മന്ദിരം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA സലാം പഠനോപകരണങ്ങളുടെയും ലാപ്ടോപ്പിന്റെയും വിതരണം ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. 2.4 ലക്ഷം രൂപ ചെലവിൽ 6 പേർക്ക് ലാപ്ടോപ്പുകളും 60,000 രൂപ ചെലവിൽ ടേബിൾ കസേരകളുമാണ് നൽകിയത്. അമ്പലപ്പുഴ MLA സലാം ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വളരെയേറെ പ്രയോജനപ്രദമായ ആവിഷ്കരിക്കാറുണ്ട്. തീരദേശത്തെ സാധാരണ തൊഴിലാളി കുടുംബങ്ങളിൽ ആ കുടുംബങ്ങളുടെ പ്രയാസത്തിന്റെ പരിഹാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമ്മൾ കണക്കാക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളുടെ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുത്ത് ആ കുടുംബത്തിന്റെയും ആ മക്കളുടെയും ജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള അല്ലെങ്കിൽ കുടുംബങ്ങളിലെ ജീവിതകാലത്തെ പ്രയാസങ്ങൾ അതെല്ലാം പരമ്പരാഗതമായ രീതിയിൽ നമുക്ക് പൊതുവെ അറിയുന്ന കാര്യമാണ്. അപ്പൊ അത്തരം കുടുംബങ്ങൾ സമൂഹത്തിന്റെ മുഖ്യമായ നിലയിൽ ഉയർന്നു വരിക എന്നുള്ളത് നമ്മുടെ ആകെയുള്ള മനസ്സാണ്. അത് ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയുന്ന വളരെ പ്രത്യേകതയുള്ള സ്കീം ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കുന്നുണ്ട്. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 1ാം സർക്കാരിന്റെ കാലത്ത് കേരളം നടപ്പാക്കിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട സ്കീമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അവർ സാധ്യമായ നല്ല അഡ്മിഷൻ കിട്ടിയാൽ അവരുടെ അത്തരം ഫീസ് ഏതാണ്ട് പൂർണ്ണമായും ഗവൺമെന്റ് തന്നെ ചെലവഴിക്കുക നിലയിലാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലം കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ധാരാളം കുട്ടികൾ ഉന്നത നിലയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ MBBSന്റെ റിസൾട്ട് വന്നപ്പോൾ 11 കുട്ടികൾ നമ്മുടെ മണ്ഡലത്തിൽ MBBS പാസ്സായി. പറവൂർ SN വായനശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് AP സരിത, അംഗങ്ങളായ സുധർമ്മ ബൈജു, സുരേഷ് ബാബു, K ആനന്ദൻ, കവിത, സാജൻ എബ്രഹാം, വിശാഖ് വിജയൻ, ഫിഷറീസ് ഓഫീസർ അലീന, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് TS ജോസഫ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജയപ്രസന്നൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മതിവരുവോളം ജീവിക്കാം, മതിയാക്കാം ലഹരി എന്ന സന്ദേശമുയർത്തി SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ മയക്കുമരുന്നിനെതിരെയും രാസലഹരിക്കെതിരെയും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മതിവരുവോളം ജീവിക്കാം, മതിയാക്കാം ലഹരി എന്ന സന്ദേശമുയർത്തി SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ മയക്കുമരുന്നിനെതിരെയും രാസലഹരിക്കെതിരെയും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ തോണ്ടംകുളങ്ങര ഉടുപ്പി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി DYSP MR മധുബാബു ഉദ്ഘാടനം ചെയ്തു. അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത നിഷ്ഠൂരമായ പല കുറ്റകൃത്യങ്ങളും സംഭവങ്ങളുമെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ഈ ലഹരി ഉപയോഗത്തിനെതിരെ തിരികെയും ലഹരി ഉപയോഗിക്കുന്നവരെ മ്ലേച്ഛന്മാർ അഥവാ ഈ സമൂഹത്തിന് അപകടകാരികളാണെന്ന രീതിയിൽ സമൂഹം കാണുകയും അതിന്റെ ഭാഗമായിട്ട് ആ വിപത്തിന് എതിരെ പോരാടേണ്ട നടപടിയെടുക്കേണ്ട എക്സൈസ് പോലീസ് വിഭാഗം ജാഗരൂകരായി നിയമ നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇവരെല്ലാം പിടിയിലാകാനുള്ള കാരണം. ഈ റാപ്പ് സംഗീതത്തിൽ പിടിയിലായതിന്റെ
ഏതാണ്ട് 1 മാസം മുമ്പാണെന്ന് തോന്നുന്നു തൃശൂർ ജില്ലയിലെ കഴിമ്പ്രത്ത് ഒരു പ്രോഗ്രാം അദ്ദേഹം അവതരിപ്പിക്കാൻ. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് എം രാഗേഷ് ചടങ്ങിൽ അധ്യക്ഷനായി. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി വിഷ്ണു സുരേന്ദ്രൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ്, യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ, വൈസ് പ്രസിഡന്റ് ബി രഘുനാഥ്, യോഗം ബോർഡ് അംഗങ്ങളായ PV സാനു, AK രംഗരാജൻ, KP പരീക്ഷിത്, യൂണിയൻ കൗൺസിലർമാരായ M രാജേഷ്, K ബാസി, KP ബൈജു, VR വിദ്യാധരൻ, പോഷക സംഘടനാ ഭാരവാഹികളായ ഇന്ദു വിനോദ്, സാബു, അജിത് കുമാർ, അനീഷ് ശാന്തി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് നടന്ന വിഷയത്തെ അധികരിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് ഫിലിപ്പ് മമ്പാട് നയിച്ചു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയനിലെ 1000-ഓളം കുട്ടികളും രക്ഷിതാക്കളും ബോധവൽക്കരണ ക്ലാസ്സിൽ സംബന്ധിച്ചു. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ ആലപ്പുഴ റേഞ്ചിന്റെ നേതൃത്വത്തിൽ മദ്രസ ഉസ്താദുമാർക്ക് പരിശീലനവും പരിഷ്കരിച്ച കിതാബുകളെ കുറിച്ചുള്ള ശില്പശാലയും നടത്തി. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ ആലപ്പുഴ റേഞ്ചിന്റെ നേതൃത്വത്തിൽ മദ്രസ ഉസ്താദുമാർക്ക് പരിശീലനവും പരിഷ്കരിച്ച കിതാബുകളെ കുറിച്ചുള്ള ശില്പശാലയും നടത്തി. വലിയമരം ഇർഷാദുൽ മുസ്ലിം മദ്രസ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കമാലം മക്കീൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് NP അബ്ദുൽ നാസർ മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷനായി. ARJM ജനറൽ സെക്രട്ടറി PA ഷിഹാബുദ്ദീൻ മുസ്ലിയാർ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. ആര്യാട് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഷംസുദ്ദീൻ ആമുഖ പ്രഭാഷണം നടത്തി. വലിയമരം മഹല്ല് സെക്രട്ടറി ഫൈസൽ ഖാസിം, IMA മദ്രസ PTA പ്രസിഡന്റ് ഷാവുൽ ഹമീദ്, തെക്കേ മഹൽ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി AK ഷൂബി എന്നിവർ സംസാരിച്ചു. SKJM ആലപ്പുഴ റേഞ്ച് വർക്കിംഗ് സെക്രട്ടറി KM സുധീർ മുസ്ലിയാർ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് നടന്ന പരിശീലന ക്ലാസുകൾക്ക് സയ്യിദ് അബ്ദുള്ള തങ്ങൾ ദാരിമി അൽ ഐദറുസി, അർഷദ് ഫൈസി എന്നിവർ നേതൃത്വം നൽകി. ബുധനാഴ്ച ഉച്ചയോടെ പരിശീലന പരിപാടി അവസാനിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വയലാറിന്റെ സ്മരണയ്ക്കായി യുവകലാ സാഹിതി ഏർപ്പെടുത്തിയ 7ാമത് കവിതാ പുരസ്കാരത്തിന് മഞ്ചേരി സ്വദേശിനി ക്ഷേമ K തോമസ് അർഹയായി. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വയലാറിന്റെ ഓർമ്മയ്ക്കായി യുവകലാ സാഹിതി നൽകി വരുന്ന 7ാമത് കവിതാ പുരസ്കാരത്തിന് ക്ഷേമ K തോമസ് അർഹയായി. കോങ്കണ്ണി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭ്യമായത്. മഞ്ചേരി സ്വദേശിനിയായ ക്ഷേമ K തോമസിന്റെ 2ാമത് കാവ്യ സമാഹാരമാണ് കോങ്കണ്ണി. കവിയും പ്രാസംഗികനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ, വയലാർ ശരത്ചന്ദ്രവർമ്മ, ഡോക്ടർ വത്സരൻ വാതുശ്ശേരി എന്നിവരടങ്ങുന്ന പാനലാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. 2022-24 കാലയളവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാവ്യസമാഹാരങ്ങൾ ക്ഷണിച്ച് അതിൽ നിന്ന് ലഭിച്ച 40ഓളം കൃതികളിൽ നിന്നുമാണ് കോങ്കണ്ണി എന്ന പുസ്തകം തിരഞ്ഞെടുത്തതെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞാനൊക്കെ സാധാരണ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ എഴുതിയ ആളുടെ പേര് കഴിയുമെങ്കിൽ അവസാനം വായിക്കുള്ളൂ. ഇഷ്ടപ്പെടാത്ത ആളാണ് ഇഷ്ടപ്പെട്ട ആളാണെന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒത്തിരി നല്ല പുസ്തകങ്ങൾ വന്നിരിക്കുന്ന അവസാനം 4 പുസ്തകം വന്നതിൽ തിരഞ്ഞെടുത്ത ഈ വർഷത്തെ 7ാമത്തെ യുവകലാ സാഹിതിയുടെ വയലാറിൻ്റെ പിള്ള അവാർഡ് ക്ഷേമ K തോമസ് രചിച്ച കോങ്കണ്ണി എന്ന കവിതാ സമാഹാരത്തിനാണ്. ഇതിൻ്റെ വിധികർത്താക്കൾ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ, ശ്രീ ഡോക്ടർ വത്സരൻ വാതുശ്ശേരി, പിന്നെ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരാണ് 3 സ്ഥലത്തിരുന്നാണ് ഇത് സ്വന്തമായ കാവ്യഭാഷയും കാവ്യബിംബങ്ങളും പുലർത്തുന്ന വ്യത്യസ്തമായ കാവ്യരീതിയാണ് ക്ഷേമയുടേത്. ഉള്ളിൽ കവിതയുള്ള ആളിൽ നിന്നും സ്വാഭാവികമായി ഉറവയെടുക്കുന്ന കവിതകളാണിവ എന്ന് ജഡ്ജിംഗ് കമ്മിറ്റി വിലയിരുത്തി. മെയ് 7 ബുധനാഴ്ച വൈകിട്ട് 4:30 വയലാർ രാഘവപ്പറമ്പിൽ നടത്തുന്ന ചടങ്ങിൽ യുവകലാ സാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം വിതരണം ചെയ്യും. മന്ത്രി P പ്രസാദ്, വയലാർ ശരത്ചന്ദ്രവർമ്മ, ഡോക്ടർ OK മുരളീകൃഷ്ണൻ, ഡോക്ടർ വത്സരൻ വാതുശ്ശേരി, TJ ആഞ്ചലോസ്, EM സതീശൻ അടക്കമുള്ളവർ ചടങ്ങിൽ സംബന്ധിക്കും. വയലാർ ശരത്ചന്ദ്രവർമ്മ, NS ശിവപ്രസാദ്, KV ചന്ദ്രബാബു, അഡ്വക്കേറ്റ് V മോഹൻദാസ്, ഡോക്ടർ കൈലാസ് തോട്ടപ്പള്ളി, റജി പണിക്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ള ആലപ്പുഴയിലെ നവീകരിച്ച മഹിളാ മന്ദിരം അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. മഹിളാ മന്ദിരം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ആലപ്പുഴയിലെ നവീകരിച്ച മഹിളാ മന്ദിരം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. മഹിളാ മന്ദിരം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. വനിതാ ശിശു വികസന ഓഫീസർ S ഷിംന, CWC ചെയർപേഴ്സൺ G വസന്തകുമാരി അമ്മ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, AS കവിത, MG സതീദേവി, കൗൺസിലർ B നസീർ,
വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ആർ സൗമ്യ, ICDSL ജില്ലാതല സീനിയർ സൂപ്രണ്ട് ഹാരിസ്, സൂപ്രണ്ട് MS നിഷാരാജ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മുഹമ്മ സ്വദേശി രാധാകൃഷ്ണനാചാര്യയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ശയന പ്രദക്ഷിണ സമരം സംഘടിപ്പിച്ചു. മുഹമ്മ സ്വദേശി രാധാകൃഷ്ണനാചാര്യയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ ശയന പ്രദക്ഷിണ സമരം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കുറ്റകരമായ അനാസ്ഥ കാരണമാണ് ബന്ധപ്പെട്ട വിഷയത്തിലെ കുറ്റക്കാരെ നാളിതുവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കാൻ കഴിയാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടിയ അലംഭാവമുണ്ടല്ലോ, മാത്രമല്ല മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു നരഹത്യയെ തന്നെയാണ്, കൊലപാതകമാണ് പോലീസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണത്? നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ, നിങ്ങളൊന്ന് തിരക്ക് നോക്കൂ. ഇവിടെ ഉള്ളവർ എത്ര മാരകമായ മുറിവുകളാണ് ആ ഭൗതിക ശരീരത്തിലുണ്ടായത്. 6 മുറിവുകളെ കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. ഇവിടെ സ്വാഗത പാസിംഗൻ സൂചിപ്പിച്ചതുപോലെ 6 മുറിവുകൾ, അതിൽ 2 വാരിയല്ലൊടികളാണ്. വാരിയൽ സാധാരണക്കാരന്റെ അപകടത്തിൽ പെട്ടാൽ വാരിയല്ലൊടിയാം, വണ്ടി ആക്സിഡന്റ് ഉണ്ടായാൽ ഒടിയാം. അല്ലാതെ ആരെങ്കിലും അടിച്ചു കൊല്ലണം, മർദ്ദിച്ച് മറിക്കണം, ആ സംഭവത്തിലാണ് വാരിയല്ലൊടിക്കുക. അപ്പോൾ കൃത്യമല്ലേ അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നുള്ളത് ക്രൂരമായ നടപടി. സമരസമിതി ജനറൽ കൺവീനർ KK ചന്ദ്രൻ സമരത്തിൽ അധ്യക്ഷനായി. വർക്കിംഗ് ചെയർമാൻ TK സോമശേഖരൻ സ്വാഗതം പറഞ്ഞു. ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി MK ദാസപ്പൻ, വിശ്വകർമ്മ സമൂഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണൻകുട്ടി, KVYS സംസ്ഥാന പ്രസിഡന്റ് അനീഷ്, VV കണ്ണൻ എന്നിവർ സംസാരിച്ചു. മരണത്തിൽ കുറ്റക്കാരായ പോലീസുകാരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുക, കൃഷ്ണമാചാര്യയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും സമരത്തിൽ ഭാരവാഹികൾ ഉന്നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA സലാം ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മതിവരുവോളം ജീവിക്കാം, മതിയാക്കാം ലഹരി എന്ന സന്ദേശമുയർത്തി SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ മയക്കുമരുന്നിനെതിരെയും രാസലഹരിക്കെതിരെയും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ ആലപ്പുഴ റേഞ്ചിന്റെ നേതൃത്വത്തിൽ മദ്രസ ഉസ്താദുമാർക്ക് പരിശീലനവും പരിഷ്കരിച്ച കിതാബുകളെ കുറിച്ചുള്ള ശില്പശാലയും നടത്തി. വയലാറിന്റെ സ്മരണയ്ക്കായി യുവകലാ സാഹിതി ഏർപ്പെടുത്തിയ 7ാമത് കവിതാ പുരസ്കാരത്തിന് മഞ്ചേരി സ്വദേശിനി ക്ഷേമ K തോമസ് അർഹയായി. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ആലപ്പുഴയിലെ നവീകരിച്ച മന്ദിരം H. MLA ഉദ്ഘാടനം ചെയ്തു. മഹിളാ മന്ദിരം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ അധ്യക്ഷത വഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.